നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS സീസൺ ഇത് അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്തായാലും ഇൻ്റർ മയാമിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഉറപ്പാണ്. ബുസ്കറ്റ്സും ആൽബയും ഒക്കെ പോവുകയാണ്. ഇപ്പോഴിതാ സുവാരസിൻ്റെ കാര്യത്തിലും ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ ചില വാർത്തകൾ വരുന്ന സമ്മറല്ല ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ, ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജർമ്മനിയിൽ നിന്നൊരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ ഇൻ്റർ മയാമി ശ്രമങ്ങൾ നടത്തുന്നു. താരം അങ്ങനെ ഒരു മൂവ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ബിൽഡാണ്, ജർമ്മൻ മാധ്യമം ബിൽഡാണ്. സോ വിശ്വാസയോഗ്യമായ മാധ്യമത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. മറ്റാരെയുമല്ല, ടിമോ വെർണറെ സ്വന്തമാക്കാനാണ് മയാമിയുടെ നീക്കം. ടിമോ വെർണറും മയാമിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ടിമോ വെർണർ ഈസ് എയിമിംഗ് ഫോർ എ മൂവ് ടു ഇൻ്റർ മയാമി ഇൻ ദി വിൻ്റർ എന്നാണ് റിപ്പോർട്ട്. ഇത് നമുക്കറിയാം, ടിമോ വെർണർ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ്, മുന്നേറ്റ നിര താരമാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തെ പ്രകടനം എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 29 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. താരം പല ക്ലബ്ബുകളിലായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ലീപ്സിഗിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നെ ടോട്ടനാമിലേക്കൊക്കെ ലോണിൽ പോയതൊക്കെ നമുക്കറിയാം. ലീപ്സിഗിൽ പൊളിച്ചെടുക്കുന്ന സമയത്താണ് അദ്ദേഹം ചെൽസിയിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2021-22 ചെൽസിയിൽ അദ്ദേഹം 37 മത്സരങ്ങൾ കളിച്ചു, 11 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു. പിന്നെ ലീപ്സിഗിലേക്ക് പോയി. 2022-23 40 കളികൾ, 16 ഗോളുകളും 5 അസിസ്റ്റുമാണ്. 23-24 28 കളികൾ, 4 ഗോള് 4 അസിസ്റ്റ്. 24-25 27 കളികൾ, 1 ഗോള് 3 അസിസ്റ്റ്. ഇപ്പോൾ ഈ സീസണിലോ ഒരു കളി, വളരെ കുറച്ച് സമയം മാത്രം ഗ്രൗണ്ടിൽ, ഗോളില്ല, അസിസ്റ്റില്ല, അങ്ങനെ നിൽക്കുകയാണ്. സോ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു താരത്തെ ഇൻ്റർ മയാമി കൊണ്ടുവന്നിട്ട് എന്ത് എന്ന ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഏതായാലും മയാമി അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ജനുവരിയിൽ മാറും എന്ന കാര്യം ഉറപ്പാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.